നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കുഴൽനാടന് കനത്ത തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. ഹർജി തള്ളി. കൊച്ചിയിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ വാഴയിൽ ശശി അന്തരിച്ചു. അരടിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തു. മേയർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ആലുവയിൽ വീട്ടിൽ നിന്നും തോക്കുകളും പണവും പിടികൂടി. വിദ്വേഷ വീഡിയോ. JP നഡ്ഡ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ കേസ്. ലോറി തട്ടി വഴിയാത്രക്കാരായ 2 കുട്ടികൾക്ക് പരിക്ക്. വറ്റിവരണ്ട ചെക്ക് ഡാം. മലയോര മേഖലയിൽ ജലക്ഷാമം രൂക്ഷം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ച മാത്യു കുഴൽനാടന് കനത്ത തിരിച്ചടി. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുഴൽനാടന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. എക്സ്ലോലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. വിഷയത്തിൽ തെളിവ് ഹാജരാക്കാൻ കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും കുഴൽനാടന് സാധിച്ചില്ല. UDF അനുകൂല മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടാനുള്ള കുഴൽനാടന്റെ ശ്രമത്തിനു കൂടിയാണ് വിജിലൻസ് കോടതി വിധിയോടെ അന്തിമമായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്ക് എതിരെ മാത്യു കുഴൽനാടന്റെ ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹർജി വീണ്ടും വാദം കേൾക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ പുതിയ ആവശ്യം. ഇത് തള്ളിയ കോടതി തെളിവുകൾ ഇല്ലാതെ എന്തിനാണ് ഹർജിയുമായി കോടതിയിൽ എത്തിയതെന്ന് കുഴൽനാടനോട് ചോദിച്ചു. CMRLന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ തള്ളിയതാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെ പതിവ് വാർത്താ സമ്മേളനവുമായി കുഴൽനാടൻ വീണ്ടും രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KERLന് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞ് KMRL മുഖ്യമന്ത്രി നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ എന്നിവ തെളിവായി നൽകിയെന്ന് മാത്യു കുഴൽനാടൻ അവകാശപ്പെട്ടു. ടൂറിസം മേഖലയിൽ CMRLന് സഹായം നൽകി എന്നതായിരുന്നു. ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത പദ്ധതികൾ ആനുകൂല്യം നൽകിയെന്നായിരുന്നു ആരോപണം. മന്ത്രി K രാജനും മുഹമ്മദ് റിയാസിനും പങ്കെന്ന ആരോപണവും കുഴൽനാടൻ ഉയർത്തി. സർക്കാരിൽ നിന്നും ഒരു സഹായം ലഭിക്കാതെ CMRL എന്തിന് മുഖ്യമന്ത്രിക്കും മകൾക്കും പണം നൽകണമെന്ന ചോദ്യത്തിനും കുഴൽനാടന് മറുപടി ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. പനമ്പള്ളി നഗറിൽ പ്രസവിച്ചയുടൻ കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുല്ലേപ്പടി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. എറണാകുളം സൗത്ത് പോലീസ് കൊച്ചി കോർപ്പറേഷനുമാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോലീസാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശ്മശാനത്തിൽ കുറച്ചു സമയം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമീപവാസികളും പോലീസ് ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കളിപ്പാട്ടങ്ങളും പൂക്കളും മൃതദേഹത്തിന് മുകളിൽ വെച്ചിരുന്നു. കേസിൽ പ്രതിയായ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 18 വരെ യുവതിയെ റിമാൻഡ് ചെയ്തിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതനുസരിച്ച് അന്വേഷണ സംഘം യുവതിയുടെ വിശദമൊഴിയെടുക്കും. DNA പരിശോധന നടത്താൻ യുവതിയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ദാരുണ സംഭവം. രാവിലെ 8:15ഓടെയാണ് ഫ്ളാറ്റിൽ താമസിക്കുന്ന 23-കാരി പ്രസവിച്ച് 3 മണിക്കൂറിനകം ബാൽക്കണിയിൽ നിന്നും കുഞ്ഞിനെ താഴേക്കെറിഞ്ഞു കൊന്നത്. പ്രസവിച്ചയുടൻ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് വലിച്ചെറിയുകയായിരുന്നു. ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിന്റെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് മൃതദേഹം വലിച്ചെറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. അധിക്ഷേപകരമായി പെരുമാറിയ കേസിൽ അന്വേഷണം നേരിടുന്ന KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിലാണ് മേയർക്കെതിരെ കേസെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുന്ന 3 ഹർജി പരിഗണിച്ചത്. പരാതി പരിഗണിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടങ്കൽ വയ്ക്കൽ, അസഭ്യം പറയൽ അടക്കമുള്ള ആരോപണങ്ങളാണ് യദു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഹർജിയിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ ചുമത്തി മേയർക്കും കുടുംബത്തിനുമെതിരെ കേസെടുക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ ആര്യ, കണ്ടലറിയാവുന്ന ആൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. കേസിൽ മേയറുടെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തിരുന്നു.
അശ്ലീലാംഗം കാണിച്ചത് ഉൾപ്പെടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതിനാണ് കേസ്. മേയർക്കെതിരെ യദു പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഡ്രൈവർ യദു വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചതുൾപ്പെടെ നിയമലംഘനങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിരുന്നു. നടി രോഷ്ന ആൻഡ് റോയിയും ഇതേ ഡ്രൈവറിൽ നിന്നും സമാനമായ അധിക്ഷേപം നേരിട്ടതായി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട തെങ്ങമത്തെ അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തു. സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണത്തിന് കാരണം. 2 ദിവസം മുമ്പ് ആദ്യം കിടാവും പിന്നീട് പശുവും ചാവുകയായിരുന്നു. തെങ്ങമം മഞ്ജുഭവനത്തിൽ പങ്കജവല്യമ്മയുടെ വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തത്. കുത്തിവെപ്പ് എടുക്കാൻ സബ് സെന്ററിൽ നിന്ന് ഇവരുടെ വീട്ടിലെത്തിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന് സമീപത്ത് അരളി കണ്ടിരുന്നു. ഇത് സംശയത്തിന് കാരണമായി. പശുക്കളുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് അരളിച്ചെടിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ആലുവ മഞ്ഞാലിയിൽ കേരള പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ തോക്കുകളും പണവും പിടികൂടി. ഭീകരവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റിയാസ് എന്നയാളുടെ വീട്ടിൽ നിന്നും 2 റിവോൾവറുകളും 2 പിസ്റ്റളുകളും വെടിയുണ്ടകളും പിടികൂടിയത്. 9 ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തോക്കുകൾക്ക് ലൈസൻസിലെന്നാണ് വിവരം. മുമ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളാണ് റിയാസ്. കന്യാകുമാരി ഗണപതിപുരത്ത് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു. തിരുച്ചിപ്പറപ്പള്ളിയിൽ നിന്നും സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയ വിദ്യാർത്ഥികളാണ് ലേമൂർ ബീച്ചിൽ കുളിക്കാൻ മുങ്ങി മരിച്ചത്. തഞ്ചാവൂർ സ്വദേശി ചാരുകവി, നെയ്വേലി സ്വദേശി ഗായത്രി, കന്യാകുമാരി സ്വദേശി സർവർദൃഷ്, ഡിങ്കിലിൽ നിന്നുള്ള പ്രവീൺ സാം, ആന്ധ്രാദേശിയായ വെങ്കിടേഷ് എന്നിവരാണ് മരിച്ചത്. SRM മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ സംഘം സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് കന്യാകുമാരിയിലെത്തിയത്. കടലിൽ കുളിക്കുന്നതിനിടെ വൻ തിരകൾ വന്ന് ഇവർ മുങ്ങിപ്പോവുകയായിരുന്നു. നിലവിളി കേട്ടെത്തിയ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും സംഘത്തിലുണ്ടായിരുന്ന 3 പേരെ കരയ്ക്കെത്തിച്ചു. കരൂർ സ്വദേശിനി നേഷി, തേനിയിൽ നിന്നുള്ള പ്രീതി പ്രിയങ്ക, മധുര സ്വദേശിനി എന്നിവർ അസരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ചപ്പാരപ്പടവിൽ മണ്ണിടിച്ചിൽ കടത്തൽ. അർദ്ധരാത്രിയിൽ മണ്ണ് കടത്തുന്നത് നാട്ടുകാർ തടഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 2 മണിക്ക് ചപ്പാരപ്പടവ് പറക്കോട് കോട്ടക്കാനം റോഡിൽ പാറക്കട് അങ്കണവാടിക്ക് സമീപം വലിയ തോതിൽ കുന്നിടിച്ചു മണ്ണ് കടത്താൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസികൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 16 ടോറസ് ലോറികൾ മണ്ണ് നീക്കാനുള്ള ശ്രമമാണ് നടന്നത്. കുവേരി വില്ലേജ് അധികൃതരുടെ ഉത്തരവ് ലംഘിച്ചാണ് മണ്ണിടിക്കൽ. ശനിയാഴ്ച വൈകുന്നേരം പ്രദേശത്ത് ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്ത് എത്തി മണ്ണെടുക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ ശേഷം കുവേരി വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി. നിലവിൽ നടന്ന നിയമലംഘനത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. തഹസിൽദാർ, ജിയോളജി വകുപ്പ് എന്നിവർക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് വില്ലേജ് ഓഫീസർ കെ സജീവൻ പറഞ്ഞു. ജനുവരി 24-ന് കുവേരി വില്ലേജ് അധികൃതർ മണ്ണെടുക്കലിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അതിനു മുൻപ് കുന്നിടിച്ചു ദിനംപ്രതി 100 കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും വലിയ ടിപ്പറുകളിൽ കടത്തിക്കൊണ്ടുപോയിരുന്നു. ജിയോളജി വകുപ്പിന്റെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞാണ് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നിടിച്ചത്. എന്നാൽ വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ മണ്ണെടുപ്പ് അനധികൃതമാണെന്ന് കണ്ടെത്തി. ഇതിനുശേഷം മണ്ണുകടത്ത് നിർത്തിയെങ്കിലും കുന്നിടിക്കൽ തുടർന്നു. ഒരു കുന്ന് മുഴുവൻ ഇടിച്ച ശേഷമാണ് ഇപ്പോൾ മണ്ണുകടത്തു തുടങ്ങിയത്. 2 വർഷം മുമ്പ് ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുന്നിടിക്കലും മണ്ണുകടത്തു വ്യാപകമായിരുന്നു. കുന്നുകൾ പലതും അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന് എന്ന് പറഞ്ഞാണ് കുന്നിടിക്കുന്നത്. എന്നാൽ മണ്ണ് വിൽപ്പനയും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുന്നിടിക്കൽ കുപ്പം പുഴയുടെ ഭാഗമായ ചപ്പാരപ്പടവ് പുഴയ്ക്കും ഭീഷണിയായി. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. പ്രശസ്ത സംവിധായകനും തിരക്കഥയുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1981-ൽ പുറത്തിറങ്ങിയ ആമ്പൽ പൂവാണ് ആദ്യ ചിത്രം. 2022-ൽ പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം. 2005-ലും 2008-ലും ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1994-ൽ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സുഹൃതം, 1996-ൽ AK ലോഹിതദാസിന്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. സുഹൃതം മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടായി. 2015-ൽ പുറത്തിറങ്ങിയ കാറ്റും മഴയും എന്ന ചിത്രത്തിലെ കഥയ്ക്ക് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട്. സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ആമ്പൽപ്പൂവ്, സ്നേഹപൂർവ്വം മീര, ഒരു സ്വകാര്യം, അയനം, പുലിവരുന്നേ പുലി, ജാലകം, ഊഴം, എഴുന്നള്ളത്ത്, സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ, പുലർവെട്ടം, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, സദ്ഗമയ. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ.
വിദ്വേഷ വീഡിയോ പ്രചരണത്തിന് പിന്നാലെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, IT സെൽ മേധാവി അമിത് മാളവ്യ, സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര എന്നിവർക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തു. കർണാടക BJPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കുവച്ച വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട പരാതിക്ക് പിന്നാലെയാണ് നടപടി. മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് കാട്ടി കർണാടക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ST/SC വിഭാഗങ്ങൾക്കുള്ള ഫണ്ടുകൾ മുഖ്യമന്ത്രി സീതാരാമയ്യയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രം വിതരണം ചെയ്യുമെന്നും തരത്തിലുള്ള കാർട്ടൂൺ വീഡിയോ ആണ് BJP വ്യാപകമായി പ്രചരിപ്പിച്ചത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJPയുടെ ഔദ്യോഗിക ട്വിറ്ററിലും ഇത്തരം പ്രചരണങ്ങൾ വ്യാപകമായത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ചെറുപുഴമ്മ ചെക്ക് ഡാം വറ്റിവരണ്ടു തുടങ്ങിയതോടെ മലയോര മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. തേജസ്വിനി പുഴയുടെ ചെറുപുഴ ഭാഗത്ത് 7 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ചെക്ക് ഡാമിലെ വെള്ളമാണ് കൊടും ചൂടിനെ തുടർന്ന് വറ്റാൻ തുടങ്ങിയത്. ഇതോടെ മലയോരത്തെ ജലക്ഷാമം പരിഹരിക്കാനായി നിർമ്മിച്ച ചെക്ക് ഡാം നോക്കുകുത്തിയായി മാറി. ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ യഥാസമയം നീക്കം ചെയ്യാത്തതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഡാം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ ഏറെയായി. പിന്നീട് പേരിന് മാത്രം ഒരു തവണ മണൽ നീക്കിയിരുന്നു. ഡാമിന്റെ ഇരുവശങ്ങളിൽ മണൽത്തിട്ടകളും നടുവിൽ ഒരു ചാലും മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. വെള്ളമില്ലാത്തതിനാൽ ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ പറ്റിയ സമയമാണിത്. എന്നിട്ടും ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചെക്ക് ഡാമിലെ ജലവിധാനം താഴാൻ തുടങ്ങിയതോടെ സമീപത്തുള്ള കായങ്ങളിലെ വെള്ളവും ദിവസവും താഴ്ന്നു തുടങ്ങി. ഇതോടെ കായത്തിലെ വെള്ളം ചൂടാകുകയും മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവകങ്ങൾ ചത്തുപൊങ്ങാനും തുടങ്ങി. ഇതിനിടെ ഡാമിൽ നിന്നും ടാങ്കറിൽ വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നതായി ആക്ഷേപമുണ്ട്. കാലവർഷത്തിനു മുൻപ് ചെക്ക് ഡാമിലെ മണൽ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. പരീക്ഷച്ചൂടിൽ തളരാതെ നീറ്റായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. കത്തുന്ന വേനൽ ചൂടിനു മുൻപിൽ തളരാതെ നീറ്റ് UG പരീക്ഷ എഴുതിയ ജില്ലയിലെ വിദ്യാർത്ഥികൾ. ജില്ലയിലെ 20 കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയിൽ 8184 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയായ നീറ്റിന് വസ്ത്രധാരണത്തിലെ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു കുട്ടികളിൽ ഭൂരിഭാഗവും എത്തിയിരുന്നത്. നിർദ്ദേശങ്ങളെല്ലാം വിശദമായി നൽകിയിരുന്നതിനാൽ മുൻകൂട്ടി തന്നെ തയ്യാറാകാനും വസ്ത്രം തിരഞ്ഞെടുക്കാനും പ്രയാസമുണ്ടായില്ലെന്ന് പരീക്ഷാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് തലമുടി കെട്ടിവെക്കാനുള്ള സാമഗ്രികളും വെള്ളവും പരീക്ഷാ ഹാളിനുള്ളിൽ വിതരണം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ തിരുവങ്ങാട് കല്ലായി തെരുവിലെ സിൻസിയിൽ വാഴയിൽ ശശികാന്ത് അന്തരിച്ചു. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. CITU ഏരിയ സെക്രട്ടറിയും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. ബീഡി തൊഴിലാളിയായാണ് ജീവിതം ആരംഭിച്ചത്. ബാലസംഘത്തിലൂടെ പൊതുരംഗത്തെത്തി. അരനൂറ്റാണ്ടായി തലശ്ശേരിയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. DYFI അവിഭക്ത തിരുവങ്ങാട് വില്ലേജ് സെക്രട്ടറിയായും തലശ്ശേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1977 CPIM ബ്രാഞ്ച് അംഗമായത്. അവിഭക്ത തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. 2005 കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അറിയപ്പെടുന്ന സഹകാരി കൂടിയാണ് വാഴയിൽ ശശി. തലശ്ശേരി മുനിസിപ്പാലിറ്റി പഴം പച്ചക്കറി സംഘ സ്ഥാപക പ്രസിഡന്റാണ്. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്, തലശ്ശേരി കോഓപ്പറേറ്റീവ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി വികസന സമിതി അംഗമാണ്. തലശ്ശേരിയുടെ സമഗ്ര വികസനത്തിന് ഒട്ടേറെ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം തലശ്ശേരി കാർണിവൽ വിജയകരമായി സംഘടിപ്പിച്ചത് വാഴയിൽ ശശിയുടെ നേതൃത്വത്തിലാണ്. ആഘോഷങ്ങൾക്ക് പിന്നാലെ ഏപ്രിൽ 5 അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരേതരായ വാഴയിൽ പൈതലിന്റെയും ജാനകിയുടെയും മകനാണ്. ഭാര്യ K. സുജയ. മക്കൾ സിജിൻ, സിൻസി. മരുമക്കൾ ദിൻഷ, സിജിൻ,
മിഥുൻ, സഹോദരങ്ങൾ പവിത്രൻ, രാജി, രമേശൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലും നഗരസഭ ഓഫീസിലും വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, സ്പീക്കർ AM ഷംസീർ എന്നിവർ അനുശോചിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കണ്ണൂർ മീന്തുള്ളിയിൽ ടിപ്പർ ലോറി തട്ടി വഴിയാത്രക്കാരായ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ മീന്തുള്ളിക്ക് സമീപമായിരുന്നു അപകടം. ക്രിസ്റ്റീന മാത്യു 12, ആരാധ്യ അഭിലാഷ് 12 എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ക്രിസ്റ്റീനയെ പയ്യന്നൂർ സഹന ആശുപത്രിയിലേക്ക് മാറ്റി. മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമിയിൽ അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുന്ന കുട്ടികൾ മീന്തുള്ളിയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. ചെറുപുഴ ഭാഗത്തു നിന്നും രാജഗിരിയിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയാണ് ഇവരെ ഇടിച്ചത്. ലോറി ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുസ്ഥലങ്ങളിലെ മഴക്കാല പൂർവ്വ ശുചീകരണം മെയ് 15-നകം പൂർത്തീകരിക്കണം. ജില്ലയിലെ പൊതുസ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മെയ് 15-നകം പൂർത്തിയാക്കുവാൻ തിങ്കളാഴ്ച നടന്ന മാലിന്യമുക്ത നവകേരളം മഴക്കാല പൂർവ്വ ശുചീകരണ പുരോഗതി അവലോകന യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് തല അവലോകന യോഗങ്ങൾ ബന്ധപ്പെട്ട ചാർജ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തുവാനും യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മിനി MCF-ൽ നിന്നും MCF-ലേക്ക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്ലാനും ബന്ധപ്പെട്ട ഏജൻസികൾ MCF-ൽ നിന്നും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാലിന്യം എത്തിക്കുന്നതിനുള്ള ലിഫ്റ്റിംഗ് പ്ലാനും ജോയിന്റ് ഡയറക്ടർ LSGDക്ക് മെയ് 8-നകം കൈമാറുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനും യോഗം തീരുമാനിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാർ, നവകേരളം കർമ്മപദ്ധതി ജില്ലാ മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ PV രത്നാകരൻ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.